പയറുമണിയുടെ ദുഃഖം. ഒരിടത്ത് രാമു എന്നു പേരായ ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ തൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ ധാരാളം പച്ചക്കറികൾ കൃഷി ചെയ്തിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് പച്ചക്കറികളെല്ലാം നട്ട് നനച്ച് രാമു വീട്ടിലേക്ക് പോയി. അപ്പോൾ അയൽവാസികളായ പച്ചക്കറികൾ കുശലം പറയാനിരുന്നു. കൈപ്പയ്ക്കയും തക്കാളിയും പയറുമായിരുന്നു അടുത്തടുത്തായി താമസിച്ചിരുന്നത്. മറ്റു പച്ചക്കറികൾ അല്പം അകലെയായിരുന്നു. എങ്കിലും ഇവരുടെ സംസാരം അവർക്ക് കേൾക്കാമായിരുന്നു. പയറുമണിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ടായിരുന്നു. ഒരു ചെറിയ കാര്യം കിട്ടിയാൽ അവൻ ചിരിച്ചുകൊണ്ടേയിരിക്കും. തമാശക്കുട്ടൻ എന്നാണ് തോട്ടത്തിൽ എല്ലാവരും അവനെ വിളിച്ചിരുന്നത്. പോരാത്തതിന് അവൻ വളരെ സുന്ദരനുമായിരുന്നു. മുഴുത്തുരുണ്ട് നല്ല വയലറ്റ് നിറമായിരുന്നു അവന്. അവരങ്ങനെ സംസാരിച്ചിരിക്കെ കൈപ്പയ്ക്ക പറഞ്ഞു, തോട്ടം വിളവെടുപ്പിന് സമയമായി. ഇനി നമ്മൾ എന്തു ചെയ്യും? 2 ദിവസത്തിനകം രാമു നമ്മളെ പറിച്ച് ചന്തയിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാനോ കാണാനോ പറ്റില്ല. ചന്തയിൽ നിന്ന് നമ്മെ ഓരോരുത്തരും വാങ്ങി അവരുടെ വീട്ടിൽ കൊണ്ടുപോകും. അത് കേട്ട് തക്കാളി പറഞ്ഞു, അതുമാത്രമോ? വീട്ടുകാർ നമ്മളെ വെട്ടി നുറുക്കി തിളച്ച വെള്ളത്തിലിട്ട് പുഴുങ്ങിയ കറി വയ്ക്കും. തിളച്ച വെള്ളത്തിൽ കിടന്ന് വെന്തു മരിക്കാനാവും എല്ലാവർക്കും വിധി. എന്നെ കൊണ്ട് വയ്യ. അത് ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. ഞാൻ ഇന്ന് രാത്രി തന്നെ ഈ തോട്ടം വിട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണ്. അപ്പോൾ കൈപ്പയ്ക്കയും പയറും പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ. നാളെ രാവിലെ രാമു വരുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. അങ്ങനെ സമയം പാതിര കഴിഞ്ഞു. എല്ലാ പച്ചക്കറികളും നല്ല ഉറക്കമായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ 3 പേരും തോട്ടത്തിന് വെളിയിലേക്ക് നടന്നു. അപ്പോൾ പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ കണ്ടത് മത്തങ്ങച്ചേട്ടൻ ഉരുണ്ടുരുണ്ട് വരുന്നതാണ്. അവരുടെ അടുത്തെത്തി മത്തങ്ങച്ചേട്ടൻ ചോദിച്ചു, ഇന്നലെ നിങ്ങൾ പറയുന്നതൊക്കെ ഞാനും കേട്ടിരുന്നു. നിങ്ങൾ പറഞ്ഞതാണ് ശരി. തിളച്ച വെള്ളത്തിൽ കിടന്ന് മരിക്കുന്നതിനും ഭേദം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ്. ഞാനും നിങ്ങളുടെ കൂടെ പോരട്ടെ? അപ്പോൾ കൈപ്പയ്ക്ക പറഞ്ഞു, ശരി, പോന്നോളൂ. അങ്ങനെ അവർ 4 പേരും യാത്രയായി. യാത്രക്കിടയിൽ കൈപ്പയ്ക്കയും തക്കാളിയും ഓരോ കാര്യം പറഞ്ഞ് വഴക്കായി. ദേഷ്യം വന്നപ്പോൾ കൈപ്പയ്ക്ക തക്കാളിയെ അടിച്ചു. കൈപ്പയ്ക്കയുടെ മുള്ളുകൊണ്ട് തക്കാളിയുടെ ദേഹം പൊട്ടി. ഉള്ളിൽ നിന്ന് കുരുവും വെള്ളവും പുറത്തു വന്നു. ഇത് കണ്ട് പയറുമണി ചിരിച്ചു. അപ്പോൾ മത്തങ്ങ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ വഴക്ക് കൂടാണ്ടിരിക്കെ. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ തോട്ടത്തിൽ നിന്ന് പോന്നത്. പെരുവഴിയിൽ വെച്ച് ഇങ്ങനെ ചണ്ട കൂടിയാൽ നമ്മൾ എങ്ങനെയാണ് സുരക്ഷിതമായ സ്ഥലത്തെത്തുക? ഈ വാക്കുകളൊന്നും വകവയ്ക്കാതെ കൈപ്പയ്ക്കയും തക്കാളിയും പൊരിഞ്ഞടി തുടർന്നു. അവരെ പിടിച്ചു മാറ്റാനായി മത്തങ്ങ ചെന്നപ്പോൾ മത്തങ്ങയുടെ അടിയിൽപ്പെട്ട് തക്കാളി ചതഞ്ഞറിഞ്ഞു. തക്കാളി ചമ്മന്തിയായി കിടക്കുന്നത് കണ്ട് പയറുമണി ചിരിയോട് ചിരിച്ച് അവന് വയറു വേദനിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചിരി മാറി വയറ് പൊത്തിപ്പിടിച്ച് അവൻ കരയാൻ തുടങ്ങി. കരയുന്നതിൽ അവൻ കൈപ്പയ്ക്കയോട് പറഞ്ഞു, കൈപ്പച്ചേട്ടാ, എൻ്റെ വയറ് പൊട്ടി, വേദനിച്ചിട്ട് വയ്യ, എന്നെ രക്ഷിക്കേ വേഗം. കൈപ്പയ്ക്കയും മത്തങ്ങയും അവനെ കോരിയെടുത്തു. അവൻ്റെ വയർ പൊളിഞ്ഞിരുന്നു. അവനെയും കൊണ്ട് അവർ തെരുവിലൂടെ വേഗം നടന്നു. അടുത്തൊന്നും ആശുപത്രികളില്ലായിരുന്നു. അപ്പോഴാണ് വഴിയരികിൽ ചെരുപ്പും ബാഗും തുന്നിക്കെട്ടുന്ന ഒരാളെ അവർ കണ്ടത്. അവർ അയാളോട് ചോദിച്ചു, ചേട്ടാ, ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ വയർ പൊട്ടി, ഒന്ന് തുന്നിത്തരാമോ? അതിനെന്താ, ഞാൻ തയ്ച്ചു തരാം. ഇവനെ ഇവിടെ കിടത്ത്, അയാൾ പറഞ്ഞു. കൂട്ടുകാർ പയറിനെ തുന്നൽക്കാരൻ്റെ മുന്നിൽ കിടത്തി. തുന്നൽക്കാരൻ വെളുത്ത് കട്ടിയുള്ള നൂല് സൂചിയിൽ കോർത്തു. വെള്ള നൂല് കൊണ്ട് പയർ പറഞ്ഞു, ചേട്ടാ, എൻ്റെ ശരീരം വയലറ്റ് നിറമല്ലേ? അതുകൊണ്ട് വയലറ്റ് നൂല് കൊണ്ട് തുന്നിയാൽ മതി, അല്ലെങ്കിൽ സുന്ദരനായ എൻ്റെ ശരീരം വൃത്തികേടാവും. തുന്നൽക്കാരന് പയറിൻ്റെ സംസാരം കേട്ട് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, നീ വലിയ സുന്ദരൻ. പൊട്ടിച്ചിരിക്കുമ്പോൾ ഓർക്കണമായിരുന്നു സൗന്ദര്യത്തെക്കുറിച്ച്. എൻ്റെ കയ്യിൽ വെള്ളനൂല് മാത്രമേ ഉള്ളൂ, അനങ്ങാതെ കിടക്ക്, ഞാൻ ഇന്ന് തന്നെ നിന്നെ ശരിയാക്കി തരാം. അങ്ങനെ പറഞ്ഞ് അയാൾ പയറിൻ്റെ ശരീരം കൂട്ടിപ്പിടിച്ച് തുന്നാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തുന്നലിട്ട് കഴിഞ്ഞു. കൈപ്പയ്ക്കയും മത്തങ്ങയും പയറിനെ അടുത്ത് വീണ്ടും യാത്ര തുടർന്നു. വയറിലേക്ക് നോക്കിയപ്പോൾ പയറിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. കരയുന്നതിനിടയിൽ അവൻ പറഞ്ഞു, ആ നശിച്ച തുന്നൽക്കാരൻ എൻ്റെ വയർ വൃത്തികേടാക്കി. ഇനി ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? മരിക്കുന്നത് വരെ ഈ വെള്ളനൂലിൻ്റെ അടയാളം എൻ്റെ ശരീരത്തിൽ നിന്ന് പോകില്ല. അത് കേട്ട് കൈപ്പയ്ക്കയും മത്തങ്ങയും ചിരിച്ചു. പിന്നെ പറഞ്ഞു, സാരമില്ല, നീ വിഷമിക്കാതിരിക്കുക. കൂടുതൽ അപകടമുണ്ടാകാതെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, അത് മതി. പിന്നീട് പയർ ഒന്നും മിണ്ടിയില്ല. ജീവൻ തിരിച്ചു കിട്ടിയില്ലേ എന്ന് വിചാരിച്ച് അവൻ കൈപ്പയ്ക്കയുടെയും മത്തങ്ങയുടെയും കൂടെ യാത്ര തുടർന്നു.